ഒന്ന് ജയശങ്കർ, ഒന്ന് വിശാൽ ശിവപ്രഭു. ആരാണ് ഈ രണ്ടുപേർ? ഞാൻ തന്നെയാണ്. ഇപ്പൊ പക്ഷെ ആ പേര് മിസ് ചെയ്യുന്നുണ്ട് ഞാൻ കേട്ടോ. കാർത്തിക് ശങ്കർ വൈഫ്. ഞാൻ മാരീഡ് അല്ല. ഈ മാരേജും റൊമാൻറ്റിക് ആയിട്ടുള്ള സംഭവമൊക്കെ കുറച്ച് ക്രിഞ്ചാണെന്ന് തോന്നിയിട്ടുണ്ടോ? മാരേജിനെ എതിർക്കുന്നു അല്ലെങ്കിൽ മാരേജ് വേണ്ടാന്ന് തീരുമാനിച്ച ആളൊന്നുമല്ല. പ്രണയവും അങ്ങനെ തന്നെ. പൃഥ്വിരാജ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചിന്ത അത് പടം കണ്ടിട്ട് നമ്മൾ വിചാരിക്കും എല്ലാ ലെജൻഡറി ആർട്ടിസ്റ്റുകളും സീനിയർ ആർട്ടിസ്റ്റുകളും ഒക്കെ ഇങ്ങനെ ആയിരിക്കും. മല്ലിക സ്പെഷ്യലാണ്. നമ്മുടെ ഇതിന്റെ ഡയറക്ടറിനെ ഒരു മകനെ പോലാണ് മല്ലികാമ്മയ്ക്ക്. കോളേജിൽ പഠിക്കുമ്പോൾ ഫിലിം ക്ലബിന്റെ ഇതിലെ ഷോർട്ട് ഫിലിംസ് ചെയ്യുമായിരുന്നു. പിന്നീട് കുറച്ചുകൂടെ കാര്യമായിട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്യുകയും അവിടെ നിന്നാണ് പിന്നെ ഇങ്ങോട്ട് തുടർന്ന് വരുന്നത്. ഇത് നമ്മളെ വെച്ച് പ്രൊഡ്യൂസ് ചെയ്തു. അതിനോടൊപ്പം തന്നെ അദ്ദേഹം തന്നെയാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. അപ്പൊ അതൊരു ചെറിയ കാര്യമല്ല. വളരെ ചെറിയ ബഡ്ജറ്റിൽ ചെയ്ത ഒരു സിനിമയുടെ ഒരു ലൊക്കേഷൻ ആയിരുന്നില്ല അത്. ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഗസ്റ്റാണ്. ആക്ടറാണ്, ഡയറക്ടറാണ്, കണ്ടന്റ് ക്രിയേറ്ററാണ്, സിംഗറാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള കാർത്തിക് ശങ്കറാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. വത്സല ക്ലബ്, അതാണ് നമ്മുടെ ഏറ്റവും പുതിയ വിശേഷം എന്ന് പറയുന്നത്. എങ്ങനെയാണ് സിനിമയിലേക്ക് എത്തിപ്പെട്ടത്? എങ്ങനെയാണ് ക്യാരക്ടറൊക്കെ എത്തിപ്പെട്ടത്? അവരിങ്ങോട്ട് വിളിച്ചതാ. നമ്മളെ ഇങ്ങോട്ട് എൻ്റെ കൺട്രോളർ മുരുകൻ എന്ന് പറയുന്നൊരു അദ്ദേഹമുണ്ട്. അദ്ദേഹം എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇങ്ങനെ പരിപാടിയുണ്ട്, ഡയറക്ടർ വിളിക്കും, സ്റ്റോറി പറയും എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ അനീഷ് മോഹൻ അദ്ദേഹം വിളിച്ചു. കഥ ഒരു ലൈനായിട്ട് പറഞ്ഞു. അപ്പോൾ ഇഷ്ടപ്പെട്ടു, നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ പിന്നീട് ഫുൾ സ്ക്രിപ്റ്റൊക്കെ എനിക്ക് അയച്ചു തരികയും അങ്ങനെയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്. ക്യാരക്ടർ എന്ന് പറയുന്നത് ചൊവ്വ വേണു എന്ന് പറയുന്ന ക്യാരക്ടറാണ്. അപ്പോൾ ചൊവ്വാദോഷമുള്ള വേണു എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു സാങ്കല്പിക ഗ്രാമം. ഈ കല്യാണം മുടക്കുന്നത് ഒരു രസമായിട്ട്, അതെ കല്യാണം മുടക്കുന്നത് ഒരു ആഘോഷമാക്കുന്ന ഒരു ഗ്രാമം. അപ്പോൾ അതിൽ കല്യാണം മുടക്കുകയും ഏറ്റവും കൂടുതൽ കല്യാണം മുടക്കിയ ആളുകൾക്ക് അവാർഡ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു പഴയ ഒരു തലമുറ, ഒരു ടീം. അതിനെ എതിർത്തുകൊണ്ട് നമ്മൾ എൻ്റെ കല്യാണം നടത്തും, അതായത് ഒന്നാമതേ ചൊവ്വാദോഷം, അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ആൾക്കാരോട് വരുമ്പോൾ അപ്പോൾ എൻ്റെ കല്യാണം നടത്തും എന്നിറങ്ങിത്തിരിക്കുന്ന വത്സല ക്ലബ്ബ് നടത്തുന്ന ക്ലബ് അംഗങ്ങൾ ഒരു 4-5 പേര്. അങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു റൈവൽറി പരിപാടിയാണ്. ഫുൾ കോമഡിയാണെന്ന് നമുക്ക് ട്രെയിലറിൽ നിന്ന് തന്നെ മനസ്സിലായി. പിന്നെ കാർത്തിക്കൊക്കെ അതിന്റെ അടിയിൽ വരുന്ന കമന്റ് മൊത്തം കാർത്തികേട്ടൻ തൂക്കി, പടം തൂക്കി, അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരുപാട് ആരാധകരുള്ള ഒരു താരമാണ് താങ്കൾ. അപ്പോൾ എങ്ങനെയാണ് ആ സിനിമ ഇറങ്ങുമ്പോൾ ഉള്ള ഒരു എക്സ്പെക്ടേഷൻ ഒക്കെ? തീർച്ചയായിട്ടും ഞാൻ 2 മെയിനായിട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ കൽബ്, ഗോളം, പിന്നെ ഒരു വടക്കൻ പ്രണയപർവ്വം എന്ന് പറഞ്ഞത്, അങ്ങനെ പടങ്ങളാണ് ചെയ്തത്. അപ്പോൾ ഇതിനെക്കാട്ടിലൊക്കെ കുറച്ചുകൂടെ സ്ക്രീൻ സ്പേസും അല്ലെങ്കിൽ ബിഗിനിങ് ടു എൻഡ് ഉള്ള ഒരു ലീഡ് കൈൻഡ് ഓഫ് ഇത് തന്നെയാണ്. കാരണം അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ 5 പേരുണ്ടെങ്കിൽ ഞങ്ങൾ 5 പേരും പ്രധാന കഥാപാത്രങ്ങളാണ് ഇതിൽ. അപ്പോൾ ഇത്രയും ഉള്ള ഒരു ഫസ്റ്റ് മൂവിയാണ്. അതുകൊണ്ട് വളരെ എക്സൈറ്റഡ് ആണ്. കാരണം നമുക്ക് ഇനിയും അത്തരത്തിലുള്ള, കാരണം ഇതൊരു അധികം ഫെയിമുള്ള ആർട്ടിസ്റ്റുകളൊന്നും ത്രൂ ഔട്ട് ഇല്ലാത്ത ഒരു കൊച്ചു പടമാണ്. അപ്പോൾ ഇത് വിജയിച്ചാൽ മാത്രമേ ഇങ്ങനെയുള്ള എന്താ പറയുക കൊച്ചു പടങ്ങൾ, അല്ലെങ്കിൽ അത് തന്നെയാണ് അതിന്റെ അടിയിൽ വരുന്ന കമന്റും. ചെറിയ പടമാണെങ്കിൽ അത് അങ്ങനെയുള്ള പടങ്ങൾ വരട്ടെ ഇനിയും കൂടുതൽ. അപ്പൊ അങ്ങനെയുള്ള പടങ്ങൾ ചെയ്യാൻ ഇനി ആളുകൾ അപ്പോൾ വില്ലിങ് ആവുകയും നമുക്ക് കുറച്ചുകൂടി നല്ല അവസരങ്ങളൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ പടത്തിന്റെ ട്രെയിലറിൽ കണ്ട മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് പടത്തിന്റെ പേര് ക്രിഞ്ച് മാരേജ് എന്നാണ് അതിന്റെ ടാഗ് ലൈൻ കൊടുക്കുന്നത്. എന്താണ് അങ്ങനെ? അത് ഡയറക്ടർ ബ്രില്യൻസ് ആണ്. കാരണം ഇത് ഇറങ്ങിയിട്ട് ആരും പടം ക്രിഞ്ചാണ് പറയുന്നില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഞങ്ങൾ ഇത് ക്രിഞ്ചാണെന്ന് പറഞ്ഞിട്ടാണ് ഇറക്കുന്നത്. അപ്പൊ പിന്നെ എന്ത് പറയും? അതാണ്. ഈ മാരേജും റൊമാൻറ്റിക് ആയിട്ടുള്ള സംഭവമൊക്കെ കുറച്ച് ക്രിഞ്ചാണെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, ക്രിഞ്ച് അത് ഓരോരുത്തരുടെ പേഴ്സണൽ ഇതാണ്. ഇപ്പൊ എനിക്ക് ക്രിഞ്ചെന്ന് തോന്നുന്ന കാര്യം ചിലപ്പോൾ താങ്കൾക്ക് ക്രിഞ്ചെന്ന് തോന്നണമെന്നില്ല. അതുപോലെ വേറൊരാൾക്കും നേരെ തിരിച്ചു. അപ്പൊ അങ്ങനെ അത് ഡിപ്പെൻസ് ആണ്. ഓരോ സിറ്റുവേഷനെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. ഓക്കെ. ഇപ്പം കാർത്തിക്കിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കോവിഡിന്റെ സമയത്താണ് ഈ യൂട്യൂബേഴ്സ് കൂടുതൽ കണ്ടന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ കാർത്തിക് അതിന് മുന്നേ തുടങ്ങിയതാണ് പരിപാടിയൊക്കെ, ഷോർട്ട് ഫിലിംസ് ഒക്കെ ആയിട്ട്. അപ്പം ഈ കോവിഡിന്റെ സമയത്ത് ഇങ്ങനെയുള്ള കണ്ടന്റുകൾ മറ്റുള്ളവർ ഇടുന്നതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റി, അതിൻ്റെതായ രീതിയിൽ ഒരു ഓഡിയൻസിനെ ഉണ്ടാക്കാൻ പറ്റി. അപ്പം അതിനു മുന്നേ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തു തുടങ്ങിയത് ഒരു ഈസി ആയിട്ട് തോന്നിയോ കോവിഡിന്റെ സമയത്ത് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്? കോവിഡിൻ്റെ സമയത്ത് തീർച്ചയായിട്ടും അത് ഈസി ആയിട്ട് തോന്നാൻ കാര്യം എന്ന് വെച്ചാൽ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഒരുപാട് ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്ത ഒരു സിനിമാറ്റിക് രീതിയിൽ ക്യാമറാമാൻ, ലൈറ്റ്സ്, അങ്ങനെ എല്ലാ യൂണിറ്റ് അങ്ങനത്തെയൊക്കെയുള്ള പരിപാടി മീൻസ് എല്ലാവരും സിനിമാറ്റിക് രീതിയിൽ ചിന്തിച്ചാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു വീട്ടിനകത്ത് നമ്മൾ നോർമലായിട്ട് നിൽക്കുന്ന പോലെ വലിയ ടെക്നിക്കൽ ക്വാളിറ്റി ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് എടുക്കുന്ന ഒരു പാറ്റേൺ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത്
എനിക്ക് ഈസി ആയിട്ട് തോന്നി. മറ്റേത് വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് കുറച്ചും കൂടെ തോന്നി. പണിയെടുക്കണമായിരുന്നു. അത് നല്ല രീതിയിൽ പണിയെടുക്കാറുണ്ട് നമ്മളത്. അതെ അതെ പക്ഷെ നല്ല ഓഡിയൻസിനെ ഉണ്ടാക്കാൻ പറ്റി അതെ 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 അതെ. ആ ഒരു സമയത്ത് എല്ലാവരും ഇങ്ങനെ ഇതുമായിട്ട് ഇതിങ്ങനെ വീട്ടിലിരിക്കുന്ന ഒരു ടൈം ആയതുകൊണ്ടുകൂടി നമ്മുടെ കണ്ടന്റിന് കുറച്ചുകൂടി ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും മില്യൺ വ്യൂസ് ആണ്. കുറേ വർഷങ്ങൾക്ക് മുന്നേ സിനിമയിൽ എത്തിപ്പെട്ട ഒരാളാണ്. കണ്ടന്റ് ക്രിയേഷനിലാണ് കൂടുതൽ ആളുകൾ റെക്കഗ്നൈസ് ചെയ്തെങ്കിലും സിനിമയിലേക്ക് ആദ്യമായിട്ട് എത്തിയത് എങ്ങനെയാണ്? സിനിമയിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. അതെ അതെ, രാജസേന സാറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് ഞാൻ എത്തുന്നത് ആദ്യമായിട്ട്. സിനിമ എന്ന് പറയുന്ന മേഖലയിലേക്ക് രാജസേന സാറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചു. കുറച്ച് പടങ്ങൾ പ്രവർത്തിച്ചതിന് ശേഷമാണ് ഞാൻ ഷോർട്ട് ഫിലിംസ്. അപ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുമ്പം ഫിലിം ക്ലബിൻ്റെ ഇതിൽ ഷോർട്ട് ഫിലിംസ് ചെയ്യുമായിരുന്നു. പിന്നീട് കുറച്ചുകൂടെ കാര്യമായിട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്യുകയും അവിടെ നിന്നാണ് പിന്നെ ഇങ്ങോട്ട് തുടർന്ന് വരുന്നത്. പിന്നെ അഭിനയത്തിൽ ആദ്യമായിട്ട് സിനിമയിൽ ഈവൻ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിൽക്കുമ്പോഴും ഈ ചെറിയ ചെറിയ കമ്പൗണ്ടറായിട്ടും അങ്ങനെയൊക്കെ അത് സാറിന്റെ ലാസ്റ്റ് ഇറങ്ങിയ 2-3 പടങ്ങളിലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതെന്ന് വെച്ചാൽ നമ്മൾ ഈ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന്റെ ജോലിയാണത്. അതിലൊക്കെ അഭിനയിക്കാൻ ചെറിയ ഇപ്പൊ ഒരു ഡോക്ടറുടെ കൂടെ ഒക്കെ പോയി പെട്ടെന്ന് അപ്പൊ അങ്ങനെയൊക്കെ പോയി നിന്നിട്ട് ഉണ്ട്. അത് കഴിഞ്ഞാൽ നേരെ അതേ ഡ്രസ്സിൽ വന്ന് ക്ലാപ്പ് പിടിക്കായിരിക്കും നമ്മള്. അപ്പൊ അങ്ങനെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അഭിനയിക്കാനായിട്ട് പ്രോപ്പറായിട്ട് എന്നെ പിടിച്ചു നിർത്തുന്നത് ആക്ച്വലി ഫസ്റ്റ് ഒരു OTT പടം ഉണ്ടായിരുന്നു, മനസ്സെന്ന് പറഞ്ഞിട്ട്. ബാബു തിരുവല്ല ഒരുപാട് വലിയ ചിത്രങ്ങൾ, അമരത്തിന്റെ പ്രൊഡ്യൂസറാണ് അദ്ദേഹം, ബാബു തിരുവല്ല എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത മനസ്സെന്ന് പറയുന്ന ഒരു OTT മൂവിക്ക് വേണ്ടിയിട്ടാണ്, ഒരു ആർട്ട് മൂവിയാണത്. അതിലാണ് ഞാൻ അഭിനയിക്കുന്നത്. പക്ഷെ തിയേറ്ററിക്കൽ മൂവി ഫസ്റ്റ് അഭിനയിക്കുന്നത് ഖൽബാണ്. ഖൽബ് സജിദ് യാഹിയ ഡയറക്റ്റ് ചെയ്ത ഖൽബാണ്. പിന്നെ ഇങ്ങോട്ട് ഇപ്പോൾ ഈ കണ്ടന്റ് ക്രിയേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ സിനിമ സെലക്ട് ചെയ്യുന്നതൊക്കെ ആണെങ്കിലും ഏത് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ജോണറിലുള്ള പടങ്ങളോ അല്ലെങ്കിൽ ആ രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാറുണ്ടോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോണർ, എനിക്ക് ഹ്യൂമർ അത്ര താല്പര്യമില്ലാത്ത ജോണറാണ്. ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള കാര്യം. കാരണം എനിക്ക് ഹ്യൂമർ അത്ര ഇഷ്ടമല്ല. ഇഷ്ടമല്ല എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ കുറച്ചുകൂടി ഇഷ്ടം ത്രില്ലർ അല്ലെങ്കിൽ അങ്ങനത്തെ ജോണേഴ്സാണ്, വെറൈറ്റി ആയിട്ടുള്ള ജോണേഴ്സ് ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ റീസെൻ്റ്ലി കൂടെ ഒരു ഹൊറർ സബ്ജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സീരീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹ്യൂമർ കുറച്ചുകൂടി ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടും അത് ഒരുപാട് ആളുകളിലേക്ക് എത്തും. പക്ഷെ ത്രില്ലർ നമുക്ക് ആ പർട്ടിക്കുലർ അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടുന്ന അതെ ആ ഓഡിയൻസിൽ മാത്രം നിൽക്കും, അവരത് കാണും. ഓക്കെ, അത് മറ്റുള്ളവരിലേക്ക് ഒരുപാട് ഷെയർ പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ അമ്മയുമായിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഹ്യൂമർ ആക്കുമ്പോൾ അത് ചിലപ്പോൾ താങ്കൾ കാണുവാണെങ്കിൽ റിലേറ്റബിൾ ആണെങ്കിൽ താങ്കളുടെ ഫ്രണ്ട്സിനോട് അയച്ചു കൊടുക്കും. അതായതുണ്ടോ നമ്മുടെ വീട്ടിലെ പോലെ അതെ 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 അതെ. പക്ഷെ ത്രില്ലറിന് അങ്ങനത്തെ ഒരു സ്വഭാവം വളരെ കുറവാണ്. അപ്പൊ അതേ ഉള്ളൂ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞത്. ഇപ്പൊ വീട്ടിൽ നിന്നൊക്കെ അമ്മയൊക്കെ അഭിനയിക്കാറുണ്ട് കൂടെ. അപ്പം അങ്ങനെ ഒരു അച്ഛൻ ക്യാമറാമാനാണ്, അമ്മ ചെറിയ ചെറിയ റോളുകളൊക്കെ അഭിനയ രംഗത്ത് ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പൊ എങ്ങനെയായിരുന്നു ഫാമിലി എന്നുള്ള ഒരു സപ്പോർട്ട് ഈ രംഗത്തേക്ക് വരിക എന്ന് പറഞ്ഞപ്പോൾ? ഫാമിലിയുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഇത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് അമ്മയ്ക്കും അച്ഛനും ഈ ഒരു മേഖലയിൽ നിൽക്കണമെന്ന് തന്നെ ഉള്ളൂ, വേറെ മേഖല മാറിപ്പോകുന്നതിന്. ഇൻഫാക്ട് ഞാൻ വേറൊരു മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എന്നെ ജോലി രാജിവെപ്പിച്ചിട്ടാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം. അമ്മയാണ് എൻ്റെ ജോലി രാജിവെപ്പിച്ചിട്ട്, ഞാൻ സൗണ്ട് എഞ്ചിനീയർ ആയിരുന്നു, അപ്പോൾ അമ്മയാണ് ജോലി രാജിവെപ്പിച്ചിട്ട് നീ പോ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഫീൽഡിലോട്ട് ഇറക്കി വിട്ടത്. അപ്പോൾ അവരുടെ സപ്പോർട്ട് തന്നെയാണ് ഇപ്പോഴും നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ ഇങ്ങനെ കാർത്തിക് ശങ്കറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി അന്വേഷിച്ച് പോയപ്പം വേറെ 2 പേരെയും കൂടെ അറിയാൻ സാധിച്ചു. ഒന്ന് ജയശങ്കർ, ഒന്ന് വിശാൽ ശിവപ്രഭു. അതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്. എങ്ങനെയാണ് ആരാണ് ഈ 2 പേർ? ഞാൻ തന്നെയാണ്. ജയശങ്കർ എന്നുള്ളത് എൻ്റെ റെക്കോർഡിക്കൽ നെയിമാണ്, ജയശങ്കർ എന്നുള്ളത്. പിന്നെ വിശാൽ ശിവപ്രഭു എന്നുള്ളത് ഞാൻ ആദ്യം ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിൽക്കുന്ന സമയത്തും ഇപ്പൊ രാജസേൻ സാർ പോലും എന്നെ വിശാലിനെ വിളിക്കാറുള്ളൂ. അപ്പം എൻ്റെ പഴയ സുഹൃത്തുക്കളെല്ലാം അങ്ങനെ വിളിക്കാറുള്ളൂ. അപ്പൊ ആ സമയത്ത് നമ്മൾ ഈ ന്യൂമറോളജി അങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് പേര് അന്നേരം ഈ സിനിമയിലേക്ക് കയറുന്നതിന്റെ ഭാഗമായിട്ട് ഇടിച്ച് തന്നതാണ്. അപ്പോ അങ്ങനെ അതിലൊക്കെ വിശ്വാസമുണ്ടോ? ആ സമയത്തൊക്കെ വിശ്വാസമുണ്ട്. ഇപ്പൊ എൻ്റെ ഈ നെയിം ആണെങ്കിൽ പോലും എനിക്ക് വേറൊരാൾ സജസ്റ്റ് ചെയ്ത് തന്ന പേരാ. അപ്പൊ നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ ഓക്കെ അങ്ങനെയൊക്കെയാണ്. ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ സിനി ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ നമുക്ക് ഇങ്ങനെ എടുത്തിട്ട്. വിശാൽ ശിവപ്രഭു എന്ന് പറയുമ്പോൾ ആരാണെങ്കിലും പേര് മറക്കത്തില്ല, പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു തോട്ട് വന്നിരുന്നു. അങ്ങനൊന്നും തോട്ടൊന്നും, കാരണം ഇത് വളരെ പണ്ടാണ് ഇത് ഇട്ട് തരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല. നമ്മുടെ ഒരു സുഹൃത്ത് തന്നെയാണ് ഇട്ട് തന്നത്. അപ്പൊ അങ്ങനെയാണ് ഓക്കെ ഇത് വേറെ സിനി ആർട്ടിസ്റ്റുകളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്, നമുക്കും ചെയ്യാം, അങ്ങനെ ചിട്ടതാണ്. അല്ലാതെ ഇതുകൊണ്ട് നമ്മൾ അത് ഭയങ്കര ലക്ക് അങ്ങനത്തെ രീതിയിൽ ചിന്തിച്ച് ഒരുപാട് അതിലേക്ക് നമ്മൾ നോക്കിയിട്ടില്ല. പിന്നീട് ആ പേര് വിശാൽ ശിവപ്രഭു എന്നായിരുന്നു. അപ്പൊ ഒരുപാട് പേര് അത് 3 പേരാണെന്ന് വിചാരിച്ചിരുന്നു.
പിന്നെ ഒരു മലയാളി അല്ലാന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ തൊട്ടേ വന്നപ്പോഴാണ് പിന്നീട് ആ പേരില് ഒരു പേര് സജസ്റ്റ് ചെയ്തപ്പോ അത് ഓക്കെ ആകാനുള്ള എന്തെങ്കിലും റീസൺ ഉണ്ടായിരുന്നു? അങ്ങനൊന്നുമില്ല, ഇത് നല്ലതാണെന്ന് തോന്നി. അപ്പൊ വിശാൽ എന്നുള്ള പേര് കൊള്ളാം, വിശാൽ അങ്ങനെ വിശാൽ എന്നേ നമ്മൾ ചിന്തിച്ചുള്ളൂ. നമ്മൾ പേര് വെക്കുമ്പോൾ മാത്രമേ വിശാൽ ശിവപ്രഭു എന്നുള്ള പേര് ആരും അത്രയും നീട്ടി വിളിക്കില്ല. അപ്പൊ അങ്ങനെ ഇപ്പൊ പക്ഷെ ആ പേര് മിസ് ചെയ്യുന്നുണ്ട് ഞാൻ കേട്ടോ. ഇല്ല അതില്ല, പക്ഷെ എന്നാലും ഇപ്പൊ ആ പേര് മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പൊ അങ്ങനെ ഒരു പേരൊക്കെ ഉണ്ടെങ്കിൽ ആളുകൾ അതിനെ എങ്ങനെ എടുക്കും? ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു പേരില്ല. വിശാൽ ശിവപ്രഭു, വിശാലൊക്കെ ഉണ്ട്, വിശാൽ ശിവപ്രഭു. പിന്നെ ഇങ്ങനെ കാർത്തിക് ശങ്കറിലേക്ക് പിന്നെ ആക്ച്വലി ഞാൻ ഈ പേര് ഇതാക്കാം, അപ്പൊ ജയശങ്കർ തന്നെ യൂസ് ചെയ്യാം എന്ന് പറഞ്ഞപ്പോഴാണ് ഓക്കെ എന്തായാലും പേര് മാറ്റുകയാണ്. അപ്പം എനിക്ക് ഈ കാർത്തിക് എന്നുള്ള പേര് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അത് ചെറുപ്പം തൊട്ട് എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പൊ എനിക്കത് കാർത്തിക് എന്നുള്ള, അപ്പൊ ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചപ്പോൾ എന്നാ പിന്നെ അങ്ങനെ ഇട്ടോ എന്നുള്ള രീതിയിൽ വീട്ടിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എനിക്ക് അങ്ങനത്തെ ചെറിയ താല്പര്യങ്ങളൊക്കെ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ പറയുമ്പോഴേ അവർ സമ്മതിക്കും. അപ്പൊ അങ്ങനെയാണ് എന്നാ പിന്നെ അങ്ങനെ ആക്കിക്കോ എന്ന് പറഞ്ഞത്. അപ്പൊ അതും നമ്മുടെ ഒരു സുഹൃത്ത് അതിന്റെ എന്തോ ഇതൊക്കെ ന്യൂമറോളജിക്കൽ തിങ് എന്തോ ചെയ്തിട്ടുണ്ട്. റിങ്ങും അതിലൊക്കെ വിശ്വാസം ഉള്ള ആള് തന്നെയാണ്. വേറൊരു ട്രാക്ക്, ഒരു സ്പിരിച്വൽ ട്രാക്ക്, അത് അങ്ങനെ പോകും. ഇപ്പൊ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ്. ഇപ്പൊ സീരീസ് ഒക്കെ നമുക്ക് ഇൻസ്റ്റയും യൂട്യൂബൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് അതിന്റെ ഒരു ക്രിയേറ്റീവ് ഫസ്റ്റ് ലെവൽ? അതിന്റെ ഫ്രണ്ട്സ് ആണോ ഇതിലൊക്കെ അഭിനയിക്കുന്നവർ, അതോ അതിനുവേണ്ടി ആളുകളെ സെലക്ട് ചെയ്ത് കാർത്തിക് തന്നെ സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണോ? കൂടുതലൊന്നല്ല, എല്ലാവരും ഫ്രണ്ട്സ് തന്നെയാണ്. കാരണം പിന്നെ പുതിയ ആളുകളെ ട്രൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ നമ്മളോട് അല്ലെങ്കിൽ വിളിച്ച് ഇങ്ങനെ ചോദിച്ച് നിൽക്കുന്ന ആളുകളുണ്ടാവും, നമ്മുടെ അടുത്ത പരിപാടി എന്താണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിച്ച് നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ കൂടുതൽ ഇപ്പം ഞാൻ കൊച്ചിയിലായിരിക്കും ഇപ്പോൾ ഷൂട്ടുകൾ വരുന്നത്. അപ്പം നമുക്ക് കൂടുതലും ആക്സസ് ആരാണ് അങ്ങനെയൊക്കെ നോക്കിയാണ് നമ്മൾ പെട്ടെന്ന് എടുക്കുന്നത്. അല്ലാതെ വലിയ പ്രോസസ്സോ കാര്യങ്ങളൊന്നുമില്ല. ഒരു കണ്ടന്റ് മനസ്സിലേക്ക് തോന്നും. പിന്നെ അതൊന്ന് എനിക്ക് ഈ ഒരു കണ്ടന്റ് വെച്ചുകൊണ്ട് ഇങ്ങനെ പെന പേപ്പറും കൊണ്ട് ഇരുന്ന് ഒരുപാട് ചിന്തിച്ചെഴുതുന്ന പരിപാടി ഇല്ല. മനസ്സിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് എല്ലാവരും ഓർഡർ ആക്കിയിട്ട് പിന്നെ ഇരുന്ന് ഒറ്റ ഇരുത്തിൽ എഴുതുക. അതാണ് നമ്മുടെ മൈൻഡിലുള്ളത്. പിന്നെ അതിൽ ആർട്ടിസ്റ്റുകൾ ആരെ വേണമെന്ന് അന്നേരം നോക്കുമ്പോൾ ആരുണ്ട്. ഓഡിഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണ്? ഓഡിഷൻ ചെയ്തിട്ടുണ്ട്, വളരെ റെയറായിട്ട് ഓഡിഷൻ ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഇതുപോലെ ഇങ്ങനെ ചോദിച്ചു നിൽക്കുന്നവർ അവരവരുടെ പെർഫോമൻസ് വീഡിയോ ഒക്കെ അയച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും ഇവര് ചെയ്യുന്നവരാണ് ഇങ്ങനെയൊക്കെയുള്ള. അപ്പൊ അങ്ങനെ അങ്ങ് വിളിക്കത്തേ ഉള്ളൂ. ഓക്കെ, ഇനി ചെറിയൊരു ടാസ്ക് ആണ്, ഫ്രഷ് ആയിട്ടാണ്. ഒന്നുമില്ല, ഗൂഗിളിൽ ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പം കാർത്തിക് ശങ്കറിന് സെർച്ച് ചെയ്തപ്പം ഫസ്റ്റ് വന്ന ആ സാധനമാണ് എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി. കാർത്തിക് ശങ്കർ വൈഫ്, അതാണ് ആദ്യം വന്നത്. അതെന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. കാർത്തിക് ശങ്കർ അടിക്കുമ്പോഴേ നെക്സ്റ്റ് വരുന്ന വൈഫ് എന്നാണ്. മാരീഡ് അല്ല? ഓക്കെ. അല്ല, ഞാൻ അതൊരു ആണോ അല്ലയോ എന്നുള്ളത് ചോദിക്കുന്നേ ഉള്ളൂ. അല്ലല്ല, മാരീഡ് അല്ല. അത് എനിക്കൊന്ന് നമ്മൾ ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ടൊക്കെ റീലുകളൊക്കെ അല്ലെങ്കിൽ സീരീസ് ഒക്കെ ചെയ്യുമ്പോഴേ പെട്ടെന്ന് ആളുകൾ നമ്മൾ കല്യാണം കഴിഞ്ഞു എന്ന് ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ എന്നോട് പലർത്തും ചെല്ലും വൈഫ് എന്തെങ്കിലും ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കല്യാണം കഴിഞ്ഞില്ലാന്ന് എനിക്ക് പറയായിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നത്. അടുത്തത് കാർത്തിക് ശങ്കർ ഫാമിലി. ഞാൻ, അച്ഛൻ, അമ്മ, വല്യച്ഛൻ. നെക്സ്റ്റ് കുറച്ച് കാർത്തിക് ശങ്കർ ഏജ് പറയില്ല എന്നല്ല, അതിപ്പോ ഗൂഗിൾ നോക്കിയാലും അറിയാം. 35. കാർത്തിക് ശങ്കർ മദർ ഫാമിലി കലാദേവി. ഓക്കെ. എന്റെ പ്രൊഫഷന്റെ പേര് തന്നെയാണ് എന്റെ അമ്മയ്ക്കും, കലാദേവി. അത് കൊള്ളാം. അല്ല, അമ്മയും പ്രൊഫഷനുള്ള ടെലിഫിലിമോ സിനിമ എന്തോ ചെയ്തിട്ടുണ്ടെന്നോ? അല്ല, അമ്മ NN പിള്ള സാറിന് ശിഷ്യയായിരുന്നു, ഡ്രാമ ചെയ്തിട്ടുണ്ട്. എന്തായാലും അമ്മയ്ക്ക് കറക്റ്റ് പേരാ. കാർത്തിക് ശങ്കർ മൂവീസ് എന്താ ഇത്? ഖൽബ്, ഗോളം, ഒരു വടക്കൻ പ്രണയപർവം, ഇപ്പൊ വത്സല ക്ലബ്ബ്. വൈഫിന് അതിന് ശേഷം ചോദിച്ചിട്ടുണ്ട് കാർത്തിക് ശങ്കർ മാരേജ് ഒന്നുമില്ല. മാരേജ് ഇല്ലാന്ന്? അല്ലല്ല, മാരേജ് ആയിട്ടില്ല. ഈ മാരേജിനെ കുറിച്ചും ഇപ്പൊ നമ്മള് ക്രിഞ്ച് മാരേജ് എന്നൊക്കെ ആണ് നമ്മുടെ പടത്തിന്റെ ടാഗ് എന്ന് പറയുന്നത്. മാരേജിനെ കുറിച്ചും പ്രണയത്തെ കുറിച്ചൊക്കെ ഉള്ള കാർത്തിക് ശങ്കറിന്റെ കാഴ്ചപ്പാടിനെ കുറിച്ച് ഇഷ്ടംപോലെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങനെ എന്താ കാഴ്ചപ്പാടെന്ന്? നല്ല കാഴ്ചപ്പാട്, നല്ലത്. അത് മാരേജിനെ എതിർക്കുന്നോ അല്ലെങ്കിൽ മാരേജ് വേണ്ടാന്ന് തീരുമാനിച്ച ആളൊന്നുമല്ല. പ്രണയവും അങ്ങനെ തന്നെ എല്ലാം എന്താ പറയാ, അതിലൊക്കെ ഇഷ്ടവും മാരേജ് ചെയ്യണം അല്ലെങ്കിൽ ഒരു കല്യാണമൊക്കെ കഴിച്ച് നല്ലൊരു ഫാമിലി. ഞാൻ ഫാമിലി മാനാണ്. എനിക്ക് ഫാമിലി അല്ലെങ്കിൽ അച്ഛൻ, അമ്മ, വൈഫ്, കുട്ടികൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഫാമിലി ഇത് തന്നെയാണ് എൻ്റെ മൈൻഡിലുള്ളത്. അല്ലാതെ വേറെ അങ്ങനെ അതൊന്നും താല്പര്യമില്ലാത്ത അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അല്ല. വളരെ അങ്ങനെയുള്ള ഒരു ഫാമിലി ഇത് തന്നെയാണ് എൻ്റെ തോട്ട്സ്. ഇപ്പം വീണ്ടും പടത്തിലേക്ക് വരുവാണെങ്കിൽ ഏറ്റവും രസം എന്ന് പറയുന്നത് ഭയങ്കര വൈബ് ടീമാണ് അതിനകത്തുള്ളത്.
ഞാൻ ഒന്ന് രണ്ട് ഇന്റർവ്യൂസ് ഒക്കെ നിങ്ങളുടെ കണ്ടു. എല്ലാവരും ഭയങ്കര അടിപൊളി ടീമായിരുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു ഷൂട്ടിംഗ് പരിപാടിയും ലൊക്കേഷനിലുള്ള ഒരു എൻജോയ്മെന്റ് ഒക്കെ? തീർച്ചയായിട്ടും എനിക്ക് ഏറ്റവും ഞാനിപ്പോൾ ഇതുവരെ വർക്ക് ചെയ്ത സിനിമകളിൽ എനിക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനായിരുന്നു ഇത്. കാരണം എല്ലാം കൊണ്ടും ഇപ്പം നമ്മൾ ചെറിയ ബഡ്ജറ്റിൽ വളരെ ചെറുതായിട്ട് ചെയ്തൊരു പടമാണ്. ഇൻഫാക്ട് ഇന്നലെ തന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു കാണും, ഞങ്ങളെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് മറ്റേ വലിയ പ്രൊമോഷനും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ നമ്മൾ പോസ്റ്ററൊക്കെ ഒട്ടിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള, കാരണം നമ്മൾ അത്രയും ബഡ്ജറ്റ് കുറച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ ഏറ്റവും വലിയ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൊഡ്യൂസറെയാണ്. കാരണം ഇത് നമ്മളെ വെച്ച് പ്രൊഡ്യൂസ് ചെയ്തു, അതിനോടൊപ്പം തന്നെ അദ്ദേഹം തന്നെയാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. അപ്പൊ അതൊരു ചെറിയ കാര്യമല്ല. ന്യൂ കമേഴ്സിനെ വെച്ചിട്ടൊരു സംഭവം അവർ ചെയ്യുക, അതിൽ നമുക്ക് വിശ്വാസം അർപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് വെയിറ്റ് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ട്രൈ ചെയ്ത് നോക്കായിരുന്നു വേറെ റിലീസിങ്, അല്ലെങ്കിൽ വേറെ റിലീസിങ്ങിന് നമ്മൾ വേറെ ആൾക്കാരെ അപ്രോച്ച് ചെയ്യാൻ, വലിയ ബാനേഴ്സിനെ. അപ്പൊ ഇതൊന്നും ഇല്ലാതെ ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതങ്ങനെ വലിയ ഫണ്ടൊക്കെ വെച്ച് ഇടാൻ പ്രാപ്തിയുള്ള ആളുമല്ല. ഈ കലയോടുള്ള ഒരു സ്നേഹം കൊണ്ടും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു നമ്മളോടൊക്കെ എന്തോ അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിശ്വാസം തോന്നി കാണാം. ഈ സിനിമയോട് അങ്ങനെ ഒരു വിശ്വാസം തോന്നി കാണാം, അതിന്റെ ഡയറക്ടറോടായാലും ബാക്കിയുള്ള ടീംസിനോടായാലും ഒക്കെ ഒരു വിശ്വാസം തോന്നിയതുകൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ വളരെ ചെറിയ ബഡ്ജറ്റിൽ ചെയ്തൊരു സിനിമയുടെ ഒരു ലൊക്കേഷൻ ആയിരുന്നില്ല അത്. കാരണം അത്രയും നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്ത് നമുക്ക് സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഫുഡിനായാലും അക്കോമഡേഷനായാലും പിന്നെ എല്ലാം വളരെ ഡിസിപ്ലിൻഡ് ആയിരുന്നു. എല്ലാ കാര്യങ്ങളും വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ഓർഗനൈസ്ഡ് ആയിരുന്നു. ആരോടും നമുക്ക് ഒരു തരത്തിലുള്ള സാധാരണ ഷൂട്ടുകളൊക്കെ ഒരു ഷൂട്ട് ഇത്രയും നാൾ കഴിയുമ്പോഴേക്കും ആ കൂട്ടത്തിൽ ആരെങ്കിലുമായിട്ടൊക്കെ നമ്മൾ എന്തെങ്കിലും നമുക്ക് ഇറിറ്റേഷൻസോ എന്തെങ്കിലുമൊക്കെ വരും. മനുഷ്യരല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും. ചിലപ്പോൾ അവരുടെ പ്രഷർ കൊണ്ടായിരിക്കും ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറയുക, അല്ലെങ്കിൽ നമുക്കൊരു മാനസിക വിഷമം തോന്നുക. ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ ആ ലൊക്കേഷനിലില്ലായിരുന്നു. ആർക്കും ആരോടും ഇല്ലായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഹാപ്പി ആയിട്ട്. പിന്നെ അതിലേറ്റവും ഇതെന്ന് വെച്ചാൽ നമ്മൾ ഈ സിനിമകളിൽ ഉണ്ടാകുന്ന സൗഹൃദങ്ങൾക്ക് അത്രയും സ്ട്രോങ് അല്ലെങ്കിൽ ഡെപ്ത് കിട്ടാറില്ല. അത് ഷൂട്ട് കഴിയുന്നതോടെ പോവും, അല്ലെങ്കിൽ അതിൻ്റെ റിലീസ് കഴിയുന്നതോടെ, അങ്ങനെ അതേ ഉള്ളൂ. പക്ഷേ ഞാൻ അഖിൽ കവലിയൂർ, രൂപേഷ് പീതാംബരൻ, ഞങ്ങൾ മൊത്തം ഇത് നോക്കുകയാണെങ്കിൽ ഞാൻ അഖിൽ കവലിയൂർ, രൂപേഷ് പീതാംബരൻ, അമ്പി, വിശാഖ്, ഇത്രയും പേരാണ് ഞങ്ങൾ 5 വത്സല ക്ലബ്ബ് ടീം മെമ്പേഴ്സ്. പക്ഷെ ഞങ്ങൾ അതിൽ 3 പേര്, കാരണം എപ്പോഴും ഞങ്ങൾ കാണുകയും എടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഇതുണ്ട്. കാരണം രൂപേഷ് പീതാംബരൻ എന്ന് പറഞ്ഞാൽ സ്ഫടികത്തിൽ ലാലേട്ടന്റെ ചെറുപ്പകാലം ചെയ്ത ഡയറക്ടറാണ് അദ്ദേഹം. തീവ്രം, യൂട്യൂബ് റൂട്ടേഴ്സ് ഒക്കെ ചെയ്തത്. അപ്പം അദ്ദേഹം എൻ്റെ സീരീസിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഒരു എന്താ പറയുക പ്രൊഫഷണൽ ബന്ധം കൂടെ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ വന്നു. അപ്പം ഞങ്ങൾ കുറച്ചുകൂടെ ക്ലോസ് ആയതൊക്കെ ഇത് മൂലമാണ്. അപ്പം ഇന്നും ഞാനിപ്പോൾ വരുന്നത്, ഞങ്ങൾ 3 ഒരുമിച്ച് ഒരു റൂമിൽ നിന്നാണ് ഞാനിപ്പോൾ വരുന്നത്. അപ്പം അത്രയും സൗഹൃദമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. വളരെ ഹെൽത്തി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുന്ന, വളരെ ഹെൽത്തി ആയിട്ട്. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ എന്നെ പിടിച്ചിരുത്തി ഉപദേശിക്കുന്ന, അങ്ങനെയൊക്കെയുള്ള ഞങ്ങളുടെ ഒരു ജ്യേഷ്ഠന്റെ സ്ഥാനമാണ് അഖിൽ കവലിയൂർ. ഞങ്ങൾ രണ്ടും അനിയന്മാരെ പോലെ. അങ്ങനത്തെ ഒരു നല്ല സൗഹൃദം ഞങ്ങൾക്കിടയിൽ രൂപപ്പെട്ടത് മത്സര ക്ലബ്ബ് മൂലം. അപ്പൊ ഈ സെറ്റ് മുഴുവൻ അങ്ങനത്തെ ഒരു ഡിവൈൻ ഫീൽ ആയിരുന്നു ഞങ്ങൾക്ക്. തീർച്ചയായിട്ടും എല്ലാം കൊണ്ടും എല്ലാ കാര്യങ്ങളും കൊണ്ട് എനിക്ക് മെമ്മറബിൾ ആണ്. സീനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് മല്ലിക ചേച്ചി, മല്ലിക സുകുമാരനുണ്ട്, അവരുമായിട്ട് കോമ്പോസിനൊക്കെ പിന്നെ അവര് പല സെറ്റുകളിലും മല്ലിക സുകുമാരൻ അഭിനയിച്ച പല സെറ്റുകളിലും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഭയങ്കര വൈബായിട്ടുള്ള, അല്ലെങ്കിൽ ആ ഏജിലേക്കുള്ള ആളുകളിലേക്ക് ഇറങ്ങി വന്ന് വൈബ് അടിക്കുന്ന ഒരാളാണ്. നമ്മുടെ സെയിം ഒരു വൈബുള്ള ആളായിട്ടാണ്. പിന്നെ തന്നെയല്ല, നമ്മുടെ ഇതിന്റെ ഡയറക്ടറിനെ ഒരു മകനെ പോലാണ് മല്ലികാമ്മയ്ക്ക്. അത്രയും ഇഷ്ടമാണ്. ഒരുപക്ഷെ ഇപ്പം റീസെന്റ് ഇന്റർവ്യൂസിലൊക്കെ അദ്ദേഹം മല്ലികാമ്മ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൃഥ്വിരാജിനെ പോലെ തന്നെയാണ് എനിക്ക് അനുഷ്ജി, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത്രയും ഒരു വാത്സല്യമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ മല്ലികാമ്മയും കുറച്ചുകൂടെ ഫ്രീ ആയിരുന്നു, കുറച്ചുകൂടി മറ്റുള്ള സെറ്റുകളെക്കാൾ. കാരണം സ്വന്തം സെറ്റ് പോലായിരുന്നു മല്ലികാമ്മയ്ക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീൽ ആയതുകൊണ്ട് ഞങ്ങളോട് എല്ലാവരോടും ഞങ്ങൾ യൂട്യൂബില് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മളെ വളരെ നല്ല ഒരു ഇത്. എന്നിട്ട് എനിക്ക് തോന്നുന്നു ആ സെറ്റിൽ അന്ന് ആരുടെ ബർത്ത്ഡേയോ അങ്ങനെ എന്തോ ആയിരുന്നെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഡിസൈനറുടെ ആണെന്ന് തോന്നുന്നു. അപ്പൊ ഞങ്ങൾ കേക്ക് കട്ടിക്കുകയും മല്ലികാമ്മയുടെ അവിടെ പ്രസംഗിച്ചതും ഒക്കെ ഭയങ്കര രസകരമായിട്ട് പ്രസംഗിക്കുകയും ഒക്കെ ചെയ്ത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അത്രയും. പക്ഷെ നമ്മൾ വിചാരിക്കും എല്ലാ ലെജൻഡറി ആർട്ടിസ്റ്റുകളും സീനിയർ ആർട്ടിസ്റ്റുകളും ഒക്കെ ഇങ്ങനെ ആയിരിക്കും. മല്ലികാമ്മ സ്പെഷ്യലാണ്. ആ ട്രെയിലറിന്റെ
1:35 ഒരു മിനിറ്റ് 35 സെക്കൻഡിൽ ഒരു വോയിസ് വരുന്നുണ്ട്. അതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന മറ്റൊരു ഐറ്റം എന്ന് പറയുന്ന അതെ സിനിമ. അതെ അതെ വരുന്നുണ്ട്. എന്താണ് അതിന്റെ ഒരു അതായത് 26-ാം തീയതി പടം കണ്ടിട്ട് തീരുമാനിക്കുക, പൃഥ്വിരാജ് ഉണ്ടോ ഇല്ലയോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചിന്ത. അത് പടം കണ്ടിട്ട് അവസാനം ധ്യാൻ ശ്രീനിവാസൻ വരുന്നു. അതുണ്ട്, അത് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ക്യാമിയോ അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ് ഉണ്ട്. അത് ഒരു പർട്ടിക്കുലർ ഒരു സീനിൽ അദ്ദേഹം വരുന്നുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സീനിൽ. പക്ഷെ അത് ജസ്റ്റ് ഒരു ധ്യാനെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ, ഒരു സ്റ്റാറിനെ വേണം എന്ന് വെച്ചിട്ടിട്ടല്ല, തുടക്കം മുതലേ ഈ ഒരു പേര് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതങ്ങനെ വരുന്നതാണ്. മല്ലികാമ്മ അങ്ങനെ ഒരു ക്യാമിയോ, എക്സ്റ്റൻഡഡ് ക്യാമിയോ എന്ന് പറയാം, അങ്ങനെ ഉള്ളൊരു റോള് തന്നെയാണ്. ആരാണ് വത്സല? വത്സല ആക്ച്വലി ആ ക്ലബില് നേരത്തെ മുമ്പ് ഉണ്ടായിരുന്നതാണ്. അപ്പം ആ ചേച്ചി സൂയിസൈഡ് ചെയ്തു. അപ്പൊ ആ ചേച്ചി സൂയിസൈഡ് ചെയ്തപ്പോ ആ ക്ലബ്ബ് നമ്മളെ ഏറ്റെടുത്ത് നടത്തിയതാ, അത്രേ ഉള്ളൂ. അത് അദ്ദേഹത്തെ ജീവനോട് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നില്ല. എന്തായാലും പടത്തിന്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പടം നല്ലൊരു വൈബ് പടമാണ്. നമുക്ക് പോയിരുന്ന് ഒത്തിരി ചിരിക്കാനുണ്ടാകുന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. എന്തായാലും അത് തന്നെ സംഭവിക്കട്ടെ. കാർത്തിക്കിനും ഇനി ഒരുപാട് നല്ല നല്ല ക്യാരക്ടേഴ്സ്, നല്ല നല്ല പ്രൊജക്ടുകളുടെ ഭാഗമാകാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. എല്ലാവരും നാളെ സെപ്റ്റംബർ 26-ന് വത്സല ക്ലബ്ബ് പോയി കാണുക. ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്.